الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين وبعد. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ സംസാരിച്ചു വരുന്നത് നാലാം ഖലീഫയായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബ പശ്ചാത്തലത്തെ സംബന്ധിച്ചായിരുന്നു അവസാനമായി സംസാരിച്ചത്. ഇന്ന് സംസാരിക്കാനുള്ള വിഷയം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെയും മക്കളെയും സംബന്ധിച്ചാണ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം അത് ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബങ്ങളിൽപ്പെട്ടതാണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പത്നിമാരും പുത്രന്മാരും അങ്ങനെ തന്നെയാണ്. അലി റളിയല്ലാഹു അൻഹു 9 വിവാഹം ചെയ്തിട്ടുണ്ട്. 9 അതിൽ കൂടുതലോ, ഒരുമിച്ചല്ല, ഒരുമിച്ച് 4 വിവാഹം മാത്രമേ അനുവദനീയുള്ളൂ. ഒന്നാമതായി വിവാഹം ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ ബിൻത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിശേഷിപ്പിച്ചത് സയ്യിദത്തു നിസാഇൽ ആലമീൻ, മനുഷ്യരാശിയിലെ സ്ത്രീകളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരാളാണ്. സഹീഹുൽ ബുഖാരി തന്നെ ഹദീസിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖമുല മിനർ റിജാലി കസീർ, പുരുഷന്മാരിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് പരിപൂർണതയിലേക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ വ്യക്തിത്വത്തിലൂടെയും ഇബാദത്തിലൂടെയും വിശ്വാസത്തിലൂടെയും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായി ആ നിലവാരത്തിലേക്ക് ഉയർന്നത് 4 ആളുകൾ മാത്രമാണ്. 4 സ്ത്രീകൾക്ക് മാത്രമേ ആ സൗഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ. ഒന്ന്, ഇംറഅത്തു ഫിർഔൻ ആസിയ ബിൻത്ത് മുസാഹിം റളിയല്ലാഹു അൻഹ, ഫിർഔനിന്റെ പത്നി ആസിയ റളിയല്ലാഹു അൻഹയാണ്. രണ്ടാമത്തേത് മറിയം ഇബ്നത്തു ഇമ്രാൻ ഉമ്മു ഈസ അലൈഹിസ്സലാം, ഈസാ നബിയുടെ മാതാവ് മറിയമാണ്. മൂന്നാമത്തേത് ആരാണ്? ഖദീജ ബിൻതുൽ ഖുവൈലിദ് റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയും നമ്മുടെ ഉമ്മയുമായ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. നാലാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ ബിൻത്ത് മുഹമ്മദ് റളിയല്ലാഹു അൻഹയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അതിന്റെ അവസാനത്തിൽ, വഫദ്ലു ആയിഷ അല നിസാഇ കഫദ്ലി സരീദി അല സായിരി തആം, ഭക്ഷണത്തളികയിലെ ഭക്ഷണങ്ങൾക്കിടയിൽ സരീദിന് അലീസക്കുള്ള പ്രാധാന്യം പോലെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സ്ഥാനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു. ആയിഷയും എന്ത് ചെയ്തിട്ടില്ല? പരിപൂർണതയിലേക്ക് എത്തിയിട്ടില്ല എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വിവരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്നുള്ളത് അവരുടെ ചരിത്രം പിന്നീട് പരിശോധിച്ചാൽ നമ്മൾക്കത് വ്യക്തമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മുൻകൂട്ടി തന്നെ സന്തോഷ വാർത്ത അറിയിച്ച വനിതയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹുവിന്റെ 1ാമത്തെ ഭാര്യ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസ് കാണാൻ പറ്റും. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച റിപ്പോർട്ടുകളിലാണ് അവയിൽ അധികവും. സഹിഹായ ചരിത്രമാണ് നമ്മൾ മിക്ക സമയത്തും ഇവിടെ ഉദ്ധരിക്കാറുള്ളത്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങൾ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെയാണ് ഫാത്തിമയുടെ ചലനവും സംസാരവും നടത്തവും ഇരുത്തവും കാണാറുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ സംസാരവും അതേ നടത്തവും ചലനങ്ങളുമായിരുന്നു ഫാത്തിമക്കുണ്ടായിരുന്നതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ. റസൂലിനെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരവും പ്രവൃത്തിക്കായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം മാസങ്ങൾ മാത്രമേ അവർ ജീവിച്ചിട്ടുള്ളൂ. റസൂലിന്റെ കാലത്തുള്ള കാര്യത്തെപ്പറ്റി തന്നെയായിരിക്കും ഈ പറയുന്നതൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. ഫാത്തിമ കടന്നു വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് പോയി സ്വീകരിക്കും. എന്നിട്ട് അവരുടെ നെറ്റിയിൽ ഉമ്മ വെക്കും. എന്നിട്ട് പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ പിടിച്ചു കൊണ്ടുവന്ന് റസൂലിന്റെ സീറ്റിൽ ഇരുത്തും. ഇങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഫാത്തിമയോട് പ്രവർത്തിക്കുന്നതായി ഞാൻ കാണാറുണ്ടായിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത്. റസൂലും പെൺകുട്ടികളും തമ്മിലുള്ള ബന്ധമാണ്. ഇവിടെ അവസാന കാലഘട്ടത്തിൽ പിന്നെ ഫാത്തിമ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ വഫാത്തായി പോയിട്ടുണ്ട്. ഇത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ എന്തുകൊണ്ടാണ് അവർക്ക് ആ സ്ഥാനം കരസ്ഥമാക്കാൻ പറ്റിയത്? ഖദീജ റളിയല്ലാഹു അൻഹയെ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഊണിലും ഉറക്കിലും റിസാലത്ത് എത്തിക്കുന്ന പ്രവാചകന് സഹായിയായി ശക്തി നൽകിക്കൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതല്ലാതെ റസൂലിന്റെ ഭാര്യ ആയതുകൊണ്ട് ഇപ്പോൾ അന്താരാഷ്ട്ര നേതാക്കന്മാരൊക്കെ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഒരാൾ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും എത്തിപ്പെടും, പിന്നെ അവന്റെ കൂടെ അവന്റെ ഭാര്യ ഉണ്ടാവും. ആ രൂപത്തിൽ കയറി പറ്റിയതല്ല. അവരതിന് യോഗ്യയാണ് എന്ന് നമുക്ക് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അലി റളിയല്ലാഹു അൻഹുമായി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വിവാഹം ഹിജ്റയ്ക്ക് ശേഷമാണ് സംഭവിക്കുന്നത്. നമ്മൾ സംസാരിച്ചു വന്നിരുന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പശ്ചാത്തലമാണ്. അദ്ദേഹത്തിന്റെ ബാല്യവും ഇസ്ലാം സ്വീകരണവും ഒക്കെ ബന്ധമുള്ളതുകൊണ്ട് നമ്മൾക്ക് ആ സമയത്തേക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ വിവാഹത്തിലേക്കാണ് നേരെ പ്രവേശിക്കുന്നത്. ഹിജ്റ 1 രണ്ടാമത്തെ വർഷം ബദർ യുദ്ധത്തിനു ശേഷം അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ഒക്കെ അടുത്തടുത്ത് തന്നെയാണ് അവരുടെ വീടുകളൊക്കെ. നാണത്തോടുകൂടി അലിയുടെ നിൽപ്പ് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താ അലി, നീ ഫാത്തിമയെ കല്യാണം ആലോചിക്കാൻ വന്നതാണോ നാണിച്ച് നിൽക്കണതെന്ന് ചോദിച്ചു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, പറയാൻ ധൈര്യമില്ല, ഭയാണ്, എന്നാൽ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹമുണ്ട്. ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് 16 18 വയസ്സാണ്, അതല്ലാതെ 8 9 വയസ്സല്ല. കാരണം നുബുവത്തിന്റെ പിന്നെ മുമ്പ് തന്നെ ജനിച്ച കുട്ടികളിൽപ്പെട്ടതാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുചോദ്യം, ഫാത്തിമയെ കല്യാണം കഴിക്കാൻ നിനക്ക് എന്താണ് മഹറായി കയ്യിലുള്ളത്? നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ചോദ്യം പോലെയല്ല, എത്ര തരും എന്ന് അങ്ങോട്ട് ഭർത്താവ് ചോദിക്കല്ല, മറിച്ച് ഭാര്യയ്ക്ക് എന്താണ് മഹറായി നൽകാൻ നിങ്ങളുടെ കൂടെയുള്ളത്? അപ്പോൾ അലിതാനു പറഞ്ഞു, ഒന്നുമില്ല, ഒന്നും കയ്യിലില്ല, ശേഷിപ്പായി ഒരു സ്വത്തുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർത്തെടുത്തു, നിന്റെ കയ്യിലൊരു നല്ല ദിറ ഉണ്ടായിരുന്നല്ലോ, പടയങ്കി, അതെവിടെ പോയി? ഉടനെ അദ്ദേഹം പറഞ്ഞു, അത് വീട്ടിലുണ്ട്. ഏത് സമയം കൂടെ വേണ്ട, അവരുടെ പ്രാഥമിക കാര്യങ്ങളിൽ പെട്ടതാണ് വാള്, പരിച എന്ന് പറയുന്നതൊക്കെ. അത് കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ അത് ഇവിടെ കൊണ്ടുപോവാ, അത് വിറ്റിട്ടോ അല്ലെങ്കിൽ ആ ദിറ തന്നെയോ ആണ് മഹറായി സയ്യിദത്തു നിസാഇൽ ആലമീൻ, ലോകരുടെ നേതാക്കന്മാരിൽപ്പെട്ട വനിതയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തയക്കുന്നത്. അതുകൊണ്ടാണ് പറയാറുണ്ടായിരുന്നത്, മഹർ കൂടുതലായി വാങ്ങുന്നത് കല്യാണത്തിന് ഒരു പോരിശയായിരുന്നുവെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കൂടുതൽ വാങ്ങുമായിരുന്നു എന്ന് സഹാബിമാരും താബീങ്ങളൊക്കെ പിൽക്കാലത്ത് പറയാറുണ്ടായിരുന്നു. ഏതായിരുന്നാലും ഈ മഹറിനാണ് ഫാത്തിമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തയക്കുന്നത്. പിന്നീട് അവരുടെ ജീവിതമൊക്കെ ദാരിദ്ര്യം തന്നെയായിരുന്നു. കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ ഇതാണ് അവസ്ഥ. പിന്നെയും അതിൽ നിന്ന് വലിയ മോചനമൊന്നും അവർക്കുണ്ടായിട്ടില്ല എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതശൈലിയൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമയും തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മളായിരുന്നു. അത് മാതൃകായോഗ്യവുമായ ജീവിതമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിക്ക സമയത്തും അവരുടെ വീട്ടിൽ ചെല്ലും, പലപ്പോഴും രാത്രി ചെല്ലും, എന്നിട്ട് വിളിച്ചുണർത്തി നിസ്കരിക്കാനൊക്കെ പറയും. ചിലപ്പോഴൊക്കെ ഒരിക്കൽ അവിടെ ചെന്ന് വാതിലിൽ മുട്ടിയിട്ട് പറഞ്ഞു, അലാ തുസല്ലിയാൻ, രണ്ടാളും കൂർക്കം വലിച്ച് ഉറങ്ങുകയാണോ, നിസ്കരിക്കണില്ലേ? അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമാ അൻഫുസനാ ബിയദില്ല, ഞങ്ങളുടെ ആത്മാവൊക്കെ അള്ളാന്റെ അടുക്കലാണ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങൾ ഉണർത്തിക്കോളും, നിങ്ങൾ വിളിച്ചുണർത്തേണ്ടതില്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം, ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊടയിൽ ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല, മനുഷ്യന്മാരുടെ ഒരു തർക്കം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുതിയാപ്പിളയുടെയും മകളുടെയും ആ തമാശ അല്ലെങ്കിൽ ആ പിന്നെ തിരിച്ചുള്ള വാക്ക് ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ചു പോകാൻ, അതല്ലാതെ കോപിക്കുകയോ കയർക്കുകയോ ചെയ്യുന്നില്ല. ഇതൊക്കെ നമുക്ക് അവരുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. ഒരുപാട് സംഭവങ്ങൾ. നമ്മളുടെ വിഷയം ഫാത്തിമ അല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ അതിലേക്ക് കൂടുതൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് വിവാഹം. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് അലി റളിയല്ലാഹു അൻഹു മുമ്പ് തന്നെ പല ആളുകളും വിവാഹാലോചന നടത്തിയിരുന്നു. ചരിത്രം പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ്, അതേപോലെ തന്നെ സഹാബിമാരുടെ കൂട്ടത്തിലെ സമ്പന്നൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എല്ലാം വിവാഹാലോചന നടത്തിയിരുന്നു എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കൊന്നും വിവാഹം ചെയ്തയക്കാതെ ആണ് അലി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു കൊടുത്തത് എന്നാണ്.
അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തന്നെയായിരിക്കും അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിഖാറത്ത് നടത്താതെ അള്ളാഹുവിനോട് ഖൈറിനെ തേടിക്കൊണ്ടല്ലാതെ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ സാധ്യതയില്ല. ഏതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് തൻ്റെ 2 പുത്രിമാരെ ഒന്നിനു ശേഷം മറ്റൊരാൾ എന്ന രൂപത്തിൽ വിവാഹം ചെയ്തു കൊടുത്തതും അങ്ങനെ തന്നെയായിരുന്നുവെന്ന് റിപ്പോർട്ടുകളിൽ കാണാൻ പറ്റും. അലി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തതിന് ശേഷം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ സംഭവം നടക്കുന്നത് മക്കാ വിജയത്തിന് ശേഷമാണെന്നാണ് ചരിത്രം പറയുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനൊരു മോഹം രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ. അങ്ങനെ വിവാഹം ആലോചിച്ച് അലി റളിയല്ലാഹു അൻഹുവിനോട് ബനൂ മഖ്സൂമിൽപ്പെട്ട വലീദ് ഇബ്നുൽ മുഗീറയുടെയും അതേപോലെ അബൂജഹലിൻ്റെയൊക്കെ ഗോത്രക്കാരാണ്. അവരിൽ നിന്ന് പല ബന്ധവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിമാർക്കുണ്ടായിട്ടുണ്ട്. അവരിൽ നിന്ന് ഒരു കല്യാണ ആലോചന വന്നു, 2ാം വിവാഹമാണ്. ഈ വിവരം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കാതുകളിലേക്ക് എത്തി. ഉടനെ ഫാത്തിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയായിരിക്കും ആ പോവലെന്നുള്ളത് നമുക്ക് ആലോചിച്ച് അറിയാൻ പറ്റുമല്ലോ. ഭർത്താവ് വേറെ കല്യാണം കഴിക്കാൻ പോവാണ്. ആ ബേജാറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാൻ പറ്റും. മിസ്വർ ബിൻ മഖ്റമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ ഫാത്തിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആളുകളൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന് പുത്രിമാരുടെ കാര്യത്തിലൊന്നും യാതൊരു രോഷമില്ല, ഒരു ശ്രദ്ധയില്ല എന്നാണ് ആളുകളൊക്കെ പറയുന്നത്. നിങ്ങൾ അറിഞ്ഞില്ലേ, അബൂജഹലിന്റെ മകളെയാണ് അലി ഇപ്പോൾ കല്യാണം ആലോചിക്കുന്നത് എന്ന് പറഞ്ഞു. അവർ തിരിച്ചു പോന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വിഷമായി. ആളുകളോട് പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് പറയാൻ, അമ്മാ ബഅദു ഫഇന്നി അൻകഹതു അബുൽ ആസ് ബിൻ റബീ ഫഹദ്ദസനി ഫസദഖനി. ഞാൻ ഇതിനു മുമ്പ് സൈനബിനെ അബുൽ ആസ് ബിൻ റബീന് കല്യാണം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവൻ നല്ല ഭർത്താവായിരുന്നു, എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചു, നല്ല പുതിയാപ്പിളയായി അവൻ ജീവിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഇപ്പോ അലിയെ സംബന്ധിച്ച് ഞാൻ കേൾക്കുന്നത് അലിക്ക് നിങ്ങളാരോ രണ്ടാമതൊരു വിവാഹം ആലോചിക്കുന്നതായാണ്. ഫഇന്നമാ ഫാത്തിമത്തു ബിൻതു മുഹമ്മദ് മുദ്ഗത്തും മിന്നി വഇന്നമാ അക്റഹു അൻ യഫ്തിനൂഹാ ഫീ ദീനിഹാ വഇന്നഹാ വല്ലാഹി ലാ തജ്തമിഉ ബിൻതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിൻതു അദുവുല്ലാഹി ഇൻദ റജുലിൽ വാഹിദ്. നബി തങ്ങൾ വികാരഭരിതനായി പ്രസംഗിക്കാൻ, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. നബി തങ്ങൾ ആ പറയാനുള്ള സാഹചര്യം അതാണ്. യുരീബുനി മാ അറാബഹ, അവർക്ക് വിഷമമുണ്ടാക്കുന്നത് എനിക്കും വിഷമമുണ്ടാക്കുന്നതാണ്. അവർക്ക് ദീനിലൊരു പരീക്ഷണമായി മാറും ആ 2ാം വിവാഹം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് വല്ലാഹി, അള്ളാഹു തന്നെയാണ് സത്യം, ഇന്നി ലാ ഉഹില്ലു ഹറാമൻ വലാ ഉഹർരിമു ഹലാല, അള്ളാഹു അനുവദിച്ചതിന് ഞാൻ ഹറാമാക്കുകയോ ഹറാമാക്കിയതിന് ഞാൻ ഹലാലാക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ ശത്രു അബൂജഹലിന്റെ മകൾ, അബൂജഹലിന്റെ മകൾ ശത്രുവല്ല, അബൂജഹലാണ് ശത്രുവായിരുന്നത്, അവളും അള്ളാഹുവിന്റെ ദൂതന്റെ മകളും ഒരു വീട്ടിൽ ഒരുമിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യം ചെയ്തു. അതോടുകൂടി അലി റളിയല്ലാഹു അൻഹുവിന് വിവാഹത്തിന്റെ ആ കാര്യമൊക്കെ പ്രയാസമായി. അദ്ദേഹം അത് ഉപേക്ഷിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണശേഷം മാത്രമല്ല, ഫാത്തിമ റളിയല്ലാഹു അൻഹയും മരിച്ചതിന് ശേഷം മാത്രമാണ് അലി റളിയല്ലാഹു അൻഹു മറ്റു വിവാഹങ്ങൾ ചെയ്തിരുന്നത്. ഇത് വളരെ ചർച്ചയുള്ള ഒരു ഹദീസാണ്, വളരെ സഹിയായ ഹദീസുമാണ്. ചർച്ച എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ ഉദ്ദേശം രണ്ടാമത് വിവാഹം ചെയ്യണമെങ്കിൽ ഭാര്യമാരുടെ പിതാക്കളുടെയും ഒക്കെ പെർമിഷൻ വേണോ? ഒന്നാമത്തെ ഭാര്യയുടെയാണ് പറഞ്ഞത്, രണ്ടാമത്തെ നിർബന്ധമാണല്ലോ എന്നൊക്കെ ചർച്ചയുണ്ടാവാറുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഞാൻ ഹലാല് ഹറാമാക്കുകയോ ഹറാമ് ഹലാലാക്കുകയോ ചെയ്യുന്നില്ല, പക്ഷേ ഫാത്തിമയ്ക്ക് പ്രയാസമുണ്ടാക്കുന്നത് എനിക്ക് പ്രയാസമുണ്ടാക്കുന്നതാണ്. പണ്ഡിതന്മാർ അതിന് ഒരുപാട് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഒരു പിതാവിന്റെ വിഷമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അബൂജഹലിന്റെ മകളായതുകൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞത്, അതൊരു കാരണമാണ്. അത് മാത്രമല്ല, ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വിഷമുണ്ടാക്കുന്നത് എനിക്ക് വിഷമമുണ്ടാക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നുബുവത്തിന് മുമ്പുണ്ടായിരുന്നു, ജനിച്ചിട്ടുണ്ട്. വഹി ലഭിച്ചതിന് ശേഷം മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി. അബൂജഹലും കൂട്ടരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ കഅബയുടെ അടുത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുടൽമാലകൾ വലിച്ച് ഇട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്വാസം മുട്ടി പ്രയാസപ്പെടുകയാണ്. അത് കണ്ട് ഓടി വന്നത് മാറ്റിക്കൊടുത്തത് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. അതിനുശേഷം ഹിജറ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എല്ലാ രംഗത്തും നമ്മൾ ഫാത്തിമയെ കാണാൻ പറ്റും. റളിയല്ലാഹു അൻഹ ഉഹദിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുഴിയിൽ വീണു പരിക്കുപറ്റി.
അങ്കിയുടെ ഇരുമ്പ് കഷ്ണം നെറ്റിയിൽ തറച്ചു, മുറിവ് ഉണ്ടായി. ആ സമയത്തൊക്കെ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചരിച്ചുകൊണ്ട് കൂടെയുണ്ട്. മക്ക വിജയവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുണ്ട്. റസൂലിന്റെ കൂടെ എല്ലാ സമയത്തും റസൂലിന് സഹായം നൽകിക്കൊണ്ട് ഫാത്തിമ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു അവരുടെ ജീവിതമെന്ന് നമ്മൾക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർക്ക് ഈ രൂപത്തിൽ സ്വർഗത്തിലെ സ്ത്രീകളുടെ വനിതകളുടെ നേതാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സംബന്ധിച്ച് വർണ്ണിച്ച് പറയുകയുണ്ടായത്. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഫാത്തിമ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകള്. ഉസ്മാൻ റളിയല്ലാഹു കല്യാണം ചെയ്ത റുഖിയയോ സൈനബോ അബുൽ യാസിർ വിവാഹം ചെയ്തു കൊടുത്ത ഉമ്മു കുൽസും ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളല്ല. പിന്നെ ആരുടെ മക്കളാണ്? ഖദീജ റളിയല്ലാഹു അൻഹയുടെ മാത്രം മക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ഖദീജയ്ക്കുണ്ടായ മക്കളാണ് എന്ന് നിഷേധിക്കലാണ്. കാരണം ഫാത്തിമ റളിയല്ലാഹു അൻഹ അല്ലാതെ ഇവരും മരുമക്കളാണ് എന്ന് വന്നാൽ പിന്നെ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവിടെ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അവരങ്ങനെ നിഷേധിക്കുന്നത്. പക്ഷേ ഷിയാക്കളിൽ തന്നെ അറിവും പക്വതയുള്ള പണ്ഡിതന്മാർ അത് നിഷേധിക്കാറില്ല. ഒരു ചരിത്ര യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നത് അവരുടെ നിലവാര തകർച്ചയാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാകും എന്നുള്ളത് കൊണ്ട് അവർ പല ആളുകളും അത് നിഷേധിക്കാറില്ല, അത് അംഗീകരിക്കാറാണ് പതിവ്. സാന്ദർഭോചിതമായി ഉണർത്തിയെന്ന് മാത്രം. രണ്ടാമതായി വിവാഹം ചെയ്തത് ഒരു ഫാത്തിമയെ തന്നെയാണ്. ബിൻത്ത് ഹുസാം അൽ കുലാബിയ, ഉമ്മുൽ ബനീൻ എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്ന മറ്റൊരു ഫാത്തിമയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മരണശേഷം അലി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യുന്നത്. ഫാത്തിമയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിക്കുണ്ടായിരുന്ന മക്കള് ഹസൻ, ഹുസൈൻ, പിന്നെ സൈനബ്. മുഹ്സിൻ എന്നൊരു ആൺകുട്ടി കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചരിത്രപരമായി സ്ഥിരപ്പെടാത്തതാണ്. ഷിയാക്കളെടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുഹ്സിൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് ഫാത്തിമയെ ആക്രമിച്ചു, അവരുടെ വീടിന് തീയിട്ടു, അവരെ ചവിട്ടി, അങ്ങനെ മരിച്ച കുട്ടിയാണ് എന്നൊക്കെയാണ് അവർ പ്രചരിപ്പിക്കാറുള്ള. അവർ നെഞ്ചത്തടിച്ചുകൊണ്ട് കരയുന്ന കരച്ചിലിൽ വിളിച്ചു പറയുന്നതാണ്. രണ്ടാമത് വിവാഹം ചെയ്ത ഫാത്തിമ ബിൻത്ത് ഹിസാം, അവരിൽ ഉണ്ടായിരുന്നത് 4 മക്കളാണ്. ഒന്ന് ഉസ്മാൻ ഇബ്നു അലി ഇബ്നു അബി താലിബ്. ഒന്നാമത്തെ മകന്റെ പേരെന്താണ്? ഇപ്പോൾ ഇവിടെ തന്നെ തകർന്ന അടിയാണ്. ഏത് ഷിയാക്കളുടെ ചരിത്രം, ഈ അവരുടെ ഒരു ചരിത്രത്തിന്റെ വായനയുണ്ടല്ലോ, കള്ളക്കഥകൾ, അതവിടെ പൊളിഞ്ഞു വീഴാൻ. ജാഹിലിയ കാലത്ത് ഉടലെടുത്ത വിദ്വേഷവും കുടിപ്പുകയാണ് അവർക്കിടയിലുള്ളത് എന്നാണ് അവർ പ്രചരിപ്പിക്കാറുള്ളത്. അങ്ങനെയായിരുന്നെങ്കിൽ അലി റളിയല്ലാഹു അൻഹു തന്റെ മകന് ഉസ്മാൻ എന്ന് പേരിടും. ഉസ്മാൻ മാത്രമല്ല, അബൂബക്കറും ഉണ്ട്, ഉമറും മക്കളിൽ പേരുള്ളതായി നമുക്ക് കാണാൻ പറ്റും. അതിൽപ്പെട്ട ഒന്നാണ് ഉസ്മാൻ ബിൻ അലി. അതേപോലെ തന്നെ അബുൽ ഫദ്ൽ അബ്ബാസ് ബിൻ അലി, മറ്റൊരു മകൻ. ഇദ്ദേഹമായിരുന്നു കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പതാക വഹിച്ചുകൊണ്ട് ഉണ്ടായിരുന്നത് എന്ന് ചില ചരിത്രത്തിൽ കാണാം. മറ്റൊന്ന് ജാഫർ ബിൻ അലി, സഹോദരന്റെ പേരാണ്. നാലാമത്തേത് അബ്ദുല്ലാഹി ബിൻ അലി. ഇതാണ് അവരിലുണ്ടായിരുന്ന മക്കൾ. പിന്നീട് വിവാഹം ചെയ്തത് അസ്മാ ബിൻത്ത് ഉമൈസ് റളിയല്ലാഹു അൻഹ. നമ്മൾ പലപ്പോഴും കേട്ട് പരിചയമുള്ള പേരാണ്. ഇത് കഴിഞ്ഞ ദർസിലും പറഞ്ഞതാണ്. ആരുടെ ഭാര്യയായിരുന്നു? അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ജാഫർ ബിൻ അബി താലിബിന്റെ വിധവയാണ്. അലി മരണശേഷം അലി റളിയല്ലാഹു അൻഹു ആണ് കല്യാണം ചെയ്തത്. അവർക്ക് ജാഫറിൽ 3-4 മക്കളുണ്ടായിരുന്നു. പിന്നീട് അലി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു, അതിലും അവർക്ക് മക്കളുണ്ടായിട്ടുണ്ട്. അസ്മാ ബിൻത്ത് ഉമൈസിന്റെ 2 സഹോദരിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാണ്. അവർക്ക് 4 സഹോദരിമാരുണ്ടായിരുന്നത്. ഒന്ന് ലുബാബ, മറ്റൊന്ന് മൈമൂന, വേറൊന്ന് സൈനബ്, അതേപോലെ തന്നെ സൽമ ബിൻത്ത് ഉമൈസ്. സൽമയെ വിവാഹം ചെയ്തത് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ആണ്. ഉഹദിൽ ഷഹീദായല്ലോ. പിന്നീട് മൈമൂനയും സൈനബ് ബിൻത്ത് ഹുസൈമ, അവർ 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാണ്, സഹോദരിമാര്. ഒരുമിച്ചല്ല, ആദ്യം കല്യാണം ചെയ്തത് സൈനബിനെയാണ്. പിന്നീട് അവരുടെ മരണശേഷം എന്ത് ചെയ്തു? മൈമൂന ബിൻത്തുൽ ഹാരിസ്. സൈനബ് ബിൻത്ത് ഹുസൈമയും മൈമൂന ബിൻത്തുൽ ഹാരിസുമാണ്. അതായത് അസ്മയുടെ മാതാവിനെ 3-4 പേര് ചെയ്തിട്ടുണ്ട്. അവരുടെ നിര്യാണ ശേഷവും വിവാഹമോചനത്തിന് ശേഷവും വിവാഹം ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഉണ്ടായ മക്കളാണ്. അങ്ങനെയാണ് 2 സഹോദരിമാർ നമ്മളുടെ ഉമ്മമാരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം ചെയ്യുന്ന രൂപം ഉണ്ടായിട്ടുള്ളത്. ഇതാണ് 3ാമത്തെ ഭാര്യ. 4ാമത് ഖൗല ബിൻത്ത് ജാഫർ അൽ ഹനഫിയ. ഇവര് ബനു ഹനീഫ ഗോത്രക്കാരിയാണ്. ഖൗല റളിയല്ലാഹു അൻഹ. ഈ ചരിത്രം നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുർത്തദുകളുമായുള്ള യുദ്ധം പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു. നജിദുകാരോട്, നജിദിലുണ്ടായിരുന്ന ബനു ഹനീഫ ഗോത്രക്കാര് ആരാണത്? മുസൈലിമത്തുൽ കദ്ദാബിന്റെ നാട്ടുകാരാണ്, അവരുടെ ഗോത്രക്കാരുമാണ്. അവരുമായി മുർത്തദുകളുമായുള്ള യുദ്ധത്തിൽ പിടിച്ചുകൊണ്ടുവന്ന അടിമ സ്ത്രീകൾപ്പെട്ട ആളായിരുന്നു ആര്? ഖൗല. പിന്നീട് മോചിപ്പിക്കുകയും അലി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യുകയും ചെയ്തതാണ്.
അവരിൽ അലിക്ക് ജനിച്ച കുട്ടിയാണ് മുഹമ്മദ് ബിൻ ഹനഫിയ എന്ന പേരിൽ പ്രസിദ്ധനായ ഈ താബി. മുഹമ്മദ് ബിൻ ഹനഫിയ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മുഹമ്മദ് ബിൻ അലി എന്നല്ല അറിയപ്പെടാറുള്ളത്. ബനു ഹനീഫ ഗോത്രക്കാരനാണ് എന്നറിയപ്പെടാൻ വേണ്ടി മുഹമ്മദ് ബിൻ ഹനഫിയ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കാറുണ്ടായിരുന്നത്. താബികളുടെ കൂട്ടത്തിൽ അലിയുടെ മക്കളിൽ ഹസനും ഹുസൈനും കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശ്രേഷ്ഠതയുള്ളതും അദ്ദേഹത്തിനാണ്. പിൽക്കാലത്ത് ആളുകൾ അവരെങ്ങനെ തെറ്റിക്കാറുണ്ടായിരുന്നു എന്നാൽ മുഹമ്മദ് ബിൻ ഹനഫിയാണ് യുദ്ധ മുന്നണിയിൽ ഉണ്ടാവാറുള്ളത്, ഹസനും ഹുസൈനും ഒക്കെ ബേക്കിലാണ് ഉണ്ടാവുക പലപ്പോഴും. അപ്പോൾ ആളുകൾ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ബാപ്പ കണ്ടോ, നിങ്ങളോട് താല്പര്യമില്ലാത്തവരാണ് എന്ത് ചെയ്യണത്, നിങ്ങളെ യുദ്ധത്തിൽ പതാകയിൽ നിന്ന് മുന്നിൽ നിർത്തുന്നത്, എങ്ങനെയൊക്കെ വല്ല പരിക്കും പറ്റിയാൽ നിങ്ങൾക്കാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതിന് മുഹമ്മദ് ബിൻ ഹനഫിയ പറഞ്ഞ മറുപടി, ഹസനും ഹുസൈനും എൻ്റെ ഉപ്പാന്റെ കണ്ണുകളാണ്, ഞാൻ എൻ്റെ ഉപ്പാന്റെ കൈയാണ്, കൈകൊണ്ട് കണ്ണുകളെയാണ് എൻ്റെ പിതാവ് തടുക്കുന്നത് എന്ന ചുട്ട മറുപടിയാണ് അവർക്ക് നൽകിയത്. ഇത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം, ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം മുർത്തദുകളുമായുള്ള കലാപം യഥാർത്ഥത്തിലില്ല. അവർ പറയാറുള്ളത്, അലി റളിയല്ലാഹു അൻഹുവിന് വസിയത്ത് പ്രകാരം ഖിലാഫത്ത് നൽകാതെ അബൂബക്കർ സിദ്ദീഖ് പിടിച്ചെടുത്തതിനെതിരെ അറബികൾ നടത്തിയ കലാപാണെന്ത്, മുർത്തദുകള എന്ന യുദ്ധമായി നമ്മൾ പറയുന്നത് എന്നാണ് അവരുടെ വാദം. അതിന്റെ മുനയൊടിക്കുന്നതാണെന്ത്, അലി റളിയല്ലാഹു അൻഹുവിനെ യുദ്ധത്തിൽ പിടിച്ച അടിമയിലുണ്ടായ മകനാണ് ആര്, മുഹമ്മദ് ബിൻ ഹനഫിയ എന്ന ചരിത്രം. അതിനവർ നിഷേധിക്കാറാണ് ചെയ്യാറുള്ളത്. അവർ യമനിൽ നിന്ന് വിവാഹം ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഒപ്പിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ വളരെ വ്യക്തമായ ചരിത്രത്തിൽ വന്നിട്ടുള്ളതാണ്. പിന്നീട് അദ്ദേഹം വിവാഹം ചെയ്തത്, പിന്നീട് എന്ന് പറഞ്ഞാൽ ക്രമത്തിലല്ല, മറ്റൊരു ഭാര്യ, നാലാമത്തേത് ഉമാമ ബിൻത് അബുൽ ആസ് ഇബ്നു റബിയ. ഇതാരാണ് ഉമാമ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്ത മകൾ സൈനബിന്റെ മകളാണ്. അതായത് ഫാത്തിമയുടെ ജ്യേഷ്ഠത്തിയുടെ മകളാണ്. പക്ഷേ ഫാത്തിമ റളിയല്ലാഹു മകൻ മരണശേഷമാണ് എന്ത് ചെയ്യുന്നത്, വിവാഹം ചെയ്യുന്നത്. അവനോദിനിയാണല്ലോ. ഒരു സ്ത്രീയെയും അതിന്റെ അമ്മായിയെയോ മാതൃ സഹോദരിയെയോ അല്ലെങ്കിൽ പിതാവിന്റെ സഹോദരിയെയോ ഒരുമിച്ച് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ സഹോദരിമാരെയോ ഒരുമിച്ച് വിവാഹം ചെയ്യാൻ പാടില്ല. ഇവിടെ ഫാത്തിമ റളിയല്ലാഹുവിന്റെ മരണശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഉമാമയെ വിവാഹം ചെയ്യുന്നത്. ഉമാമ ബിൻത് അബുൽ ആസ്. ഉമാമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് അടുത്ത് വന്ന കഥകൾ കേട്ടിട്ടുണ്ടാവും. കുട്ടിക്കാലത്ത് അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുക്കും അത്രേ, നിസ്കാരത്തിന്റെ സമയത്തൊക്കെ അടുത്ത് വന്നാൽ. എന്നിട്ട് റുക്കൂയിലേക്ക് പോകുമ്പോൾ താഴെ വെക്കും. പിന്നീട് ഖിയാമിലേക്ക് ഉയരുമ്പോൾ വീണ്ടും എടുത്ത് റസൂലിനെ എടുത്തുകൊണ്ടായിരുന്നു നിസ്കരിക്കാറുണ്ടായിരുന്നത് എന്നാണ്. ഇമാം ഷൗക്കാനി നമസ്കരിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹത്തിന്റെ തലപ്പാവ് വീണുപോയി എന്നാണ്. യമനിലുണ്ടായിരുന്ന വലിയ 2 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച വലിയ പണ്ഡിതനാണ്. അപ്പോൾ ആളുകൾ വേക്കുന്നത് കണ്ടു, നമ്മളുടെ ഇമാമ് ശരിയില്ല, അദ്ദേഹം തലപ്പാവ് ശരിയാക്കുന്ന പണിയാണ് നിസ്കരിക്കുന്ന സമയത്ത് എന്നാണ്. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഹംലു ഇമാമ അഖഫു മിൻ ഹംലി ഉമാമ എന്നാണ്. തലയ്ക്കെട്ട് എടുക്കുക എന്ന് പറഞ്ഞത് ഉമാമ, അതിനെ ഇമാമ എന്നാണ് പറയുക തലയ്ക്കെട്ടിന്. ഹംലു ഇമാമ അഖഫു മിൻ ഹംലി ഉമാമ. ഉമാമന്റെ അത്ര വെയിറ്റ് എന്തിനുണ്ടാവില്ല, തലപ്പാവിനുണ്ടാവില്ല എന്നാണ് ഇമാം ഷൗക്കാനി തമാശയിൽ പറഞ്ഞ മറുപടി എന്നാണ്. ഏതായിരുന്നാലും അതാണ് ഉമാമ ബിൻത് അബുൽ ആസ്. അവരിലും അലി റളിയല്ലാഹു മക്കളുണ്ടായിട്ടുണ്ട്. പിന്നീട് ആ മകന്റെ പേര് മുഹമ്മദുൽ ഔസത്ത് എന്നാണ്. കാരണം മക്കൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. 14 പെൺകുട്ടികളും അതിലേറെ ആൺകുട്ടികളുണ്ടായിരുന്നു. ഏകദേശം 30ഓളം മക്കൾ ഉണ്ടായിട്ടുണ്ട് അലി റളിയല്ലാഹു. അപ്പൊ അതിൽ പല ആളുകൾക്കും ഒരേ പേരാണ്, അബൂബക്കർ, ഉമർ, ഉസ്മാൻ. ഈ പേരൊഴിച്ച് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ 2 പേരുകളുണ്ട്, മുഹമ്മദ്, അതേപോലെ സൈനബ് അൽ കുബറ, ഉമ്മു കുൽസൂം അൽ കുബറ, ഇങ്ങനെയൊക്കെയാണ് പേരുകളുള്ളത്. 3 മക്കളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മുഹമ്മദുൽ ഔസത്ത് എന്നൊക്കെ, മുഹമ്മദുൽ ഹനഫിയ വേറെ ഉണ്ട്. അതുകൊണ്ടാണ് ആ രൂപത്തിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഒരു പിതാവിന് തന്നെ ഒരേ പേരുള്ള വിവിധ മക്കള്. ഇതൊക്കെ നമ്മൾക്ക് ഇപ്പോൾ അത്ഭുതമായിരിക്കും. അതാണ് ഉമാമയുടെ ചരിത്രം. പിന്നീട് വിവാഹം ചെയ്തത് മുഹയ്യ ബിൻ ഇമ്രുൽ ഖൈസ്. ഇമ്രുൽ ഖൈസിന്റെ മകള് മുഹയ്യാണ്. അത് നമ്മളുടെ ജാഹിലിയ കാലത്തുള്ള നരകത്തിലെ കവിയല്ല, ഇതവിടെ ഉണ്ടായിരുന്ന സായിമാരുടെ കാലത്തുണ്ടായിരുന്ന അറേബ്യയിലെ ഒരു വ്യക്തിത്വമാണ്. അതിനുശേഷം വിവാഹം ചെയ്തത് ലൈല ബിൻതു മസ്ഊദ് റളിയല്ലാഹു അൻഹയാണ്. അവരിൽ അലി റളിയല്ലാഹു ജനിച്ച മകനാണ് അബൂബക്കർ ബിൻ അലി. ഇവരുടെ മകനാണ് അബൂബക്കർ എന്ന് പേരിട്ടിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം, സഹാബിമാർക്കൊന്നും അലി റളിയല്ലാഹു അൻഹുവിനെയോ ഫാത്തിമയോ കണ്ടുകൂടായിരുന്നു. അവർ തമ്മിലൊക്കെ അസ്വാരസ്യങ്ങളായിരുന്നു, യുദ്ധമായിരുന്നു, പകയായിരുന്നു എന്ന് പറയുന്നവർക്കൊക്കെ വലിയ ചരിത്രപരമായ മറുപടിയാണ് ശരിക്ക് നമ്മൾ ഈ രൂപത്തിൽ ഇത് വായിക്കുന്നത്. പിന്നീട് വിവാഹം ചെയ്തത് ഉമ്മു ഹബീബ ബിൻത് റബിയ തഗ്ലബിയ സഹബ ആയിരുന്നു അവരുടെ വിളിപ്പേര്. അതിലുണ്ടായ മകനിട്ട പേരാണ് ഉമർ ബിൻ അലി. ഉമർ അവരുടെ മകനാണ്. ഇതൊക്കെയാണ് വിവാഹങ്ങൾ. പിന്നീട് അവസാനമായി ഉമ്മു സഈദ് ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി, തായിഫിലുണ്ടായിരുന്ന
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കൊല്ലപ്പെട്ട, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർ കൊന്നുകളഞ്ഞല്ലോ. അതാണ് ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി. അവരുടെ മകളാണ് ഉമ്മു സഈദ്. അവരിൽ 4 മക്കളുണ്ടായിരുന്നു. ഉമ്മുൽ ഹസൻ, റംല, ഉമർ അൽ ഔസത്ത്, 2 ഉമർമാരുണ്ടായിട്ടുണ്ട്. അപ്പം ഉമ്മുൽ കുൽസൂം അസ്സൂറ, ഇതാണ് അവരിലുണ്ടായിരുന്ന മക്കളായി ചരിത്രങ്ങൾ പറയുന്നത്. പിന്നീട് അലി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത് വളർത്തു മകനാണ്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദ് ബിൻ അബൂബക്കർ സിദ്ദീഖ്. അസ്മാ ബിൻ ഉമൈസിനെ കല്യാണം ചെയ്യുമ്പോൾ അവർ ചെറിയ കുട്ടിയാണ്. അവരെ അലി റളിയല്ലാഹു അൻഹു ആണ് വളർത്തിയത്. ഇതാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യമാരും മക്കളും വലിയ കുടുംബമായിരുന്നു. ഇവരിലേക്കാണ് പിൽക്കാലത്ത് അഹ്ലു ബൈത്ത് ചേർത്തി പറയുന്നതായി നമ്മളിൽ പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും പ്രസിദ്ധനായ മകൻ ഹസൻ ബിൻ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പ്രത്യേകം ഹദീസിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഷിയാക്കളെടുത്ത് അങ്ങനെയല്ലെങ്കിലും അവരുടെ അടുക്കൽ ഹുസൈനാണ്. ഹസൻ റളിയല്ലാഹു അൻഹു വഞ്ചിച്ചവനായിട്ടാണ് അവർ പലപ്പോഴും പറയാറുള്ളത്. അതെന്താണെന്നുള്ളത് നമുക്ക് ആ ചരിത്രം വരുന്ന സമയത്ത് പ്രതിപാദിക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഹസൻ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കടന്നു വന്നു. ചെറിയ കുട്ടിയാണ്, 1 അല്ലെങ്കിൽ അതിൽ താഴെയോ പ്രായം. ചെറുതായി ഇങ്ങനെ തട്ടിത്തടഞ്ഞ് വീണുകൊണ്ടാണ് പള്ളിയിലേക്ക് കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ നിന്നിറങ്ങി ഹസൻ റളിയല്ലാഹു അൻഹുവിനെ എടുത്തുയർത്തി. ഇത് ഇമാം ബുഖാരി പല സന്ദർഭങ്ങളിൽ അത് ആവർത്തിച്ച് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിയെ എടുത്തിട്ട് മിമ്പറിൽ കയറി, എന്നിട്ട് ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, കുട്ടിയെ ഇങ്ങനെ നോക്കി ആളുകളിലേക്ക് നോക്കും, എന്നിട്ട് പറഞ്ഞു, ഇന്ന ബിനി ഹാദാ ലസയ്യിദ്, എന്റെ ഈ മകൻ ഒരു നേതാവാണ്. വലഅല്ലല്ലാഹു അൻ യുസ്ലിഹ ബൈന ഫിഅതൈനി അദീമതൈനി മിനൽ മുസ്ലിമീൻ, ഇവൻ ഒരു കാലം വരും അന്ന് മുസ്ലിങ്ങളിലെ 2 ഗ്രൂപ്പുകൾക്കിടയിൽ സുൽഹുണ്ടാക്കുന്ന, രമ്യതയിലെത്തിക്കുന്ന മഹാനായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ട് മകനെ അവിടെ വെച്ചു. ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസാണ്. എന്നിട്ട് ഹസൻ റളിയല്ലാഹു അൻഹു തന്നെ പറയാൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നോട് പിൽക്കാലത്ത് പറയുകയുണ്ടായി. ഏത് കാലത്ത്? സഹായിമാർക്കിടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. അതിനുശേഷം മുസ്ലിം ലോകം ഖലീഫയായി ബൈഅത്ത് ചെയ്തത് ഹസൻ ബിൻ അലിക്കാണ്. ഈ ഹസൻ റളിയല്ലാഹു അൻഹുവിനാണ് ബൈഅത്ത് ചെയ്തത് ഹിജ്റയുടെ 40ാമത്തെ വർഷം. അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തു റബീഉൽ അവ്വൽ മാസത്തിൽ, ഹിജ്റ 41ാം വർഷം റബീഉൽ മാസത്തിൽ അദ്ദേഹം നേരെ ഷാമിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഷാമിലുള്ളതാരാണ്? അലി റളിയല്ലാഹു അൻഹുവുമായി യുദ്ധം ചെയ്ത് മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു കൊണ്ട് അവരുടെ യുദ്ധം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അത് പുനരാരംഭിക്കാൻ വേണ്ടി മുസ്ലിങ്ങളെയുമായി അദ്ദേഹം പുറപ്പെടാൻ തീരുമാനിച്ചു. ഹസൻ റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ ബുഖാരിയിലെ റിപ്പോർട്ട് പ്രകാരം പർവ്വതങ്ങൾ കണക്കെ ആളുകൾ യുദ്ധസന്നദ്ധരായി വന്നു എന്നാണ്. ഈ വിവരം മുആവിയ അറിഞ്ഞു. അംർ ഇബ്നു യാസ് റളിയല്ലാഹു അൻഹുമായി കൂടിയാലോചിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ വലിയ സൈന്യവുമായി നമ്മൾ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളിൽ 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെടും, അവരുടെ കുട്ടികൾ അനാഥയാകും, ഭാര്യമാർ വിധവയാകും, നമ്മൾക്ക് എന്തുണ്ട് പരിഹാരം? ഉടനെ അബ്ദുല്ലാഹി ബിൻ ആമിർ ബിൻ ഖുറൈസ്, അബ്ദുറഹ്മാൻ ബിൻ സമുറ, അതേപോലെ അബ്ദുല്ലാഹി ബിൻ ആമിർ ബിൻ ഖുറൈസ് എന്നീ 2 സഹാബിമാരെ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞേക്കാൻ. എന്നിട്ട് പറഞ്ഞു, നമ്മൾക്കിടയിൽ രമ്യത വേണം. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൂർമ്മ ബുദ്ധി കൂടി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, അതേപോലെ അംർ ഇബ്നു യാസിന്റെ ഒക്കെ. കാരണം ഹസന്റെ കൂടിയാണ് ആരുള്ളത്? ഷാം ഒഴികെയുള്ള ബാക്കി മുഴുവൻ മുസ്ലിങ്ങളുള്ളത്. അലി റളിയല്ലാഹു അൻഹുവിനേക്കാളും പിന്തുണ ആർക്കാണ് ഉണ്ടായിരുന്നത്? ഹസൻ റളിയല്ലാഹു അൻഹുവിനാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയാണ്. ഹുമാ റൈഹാനതയ്യ ഫിൽ ജന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞതാണ്, സ്വർഗത്തിലെ എന്റെ 2 റൈഹാൻ പൂക്കളാണ് ആര്? ഹസനും ഹുസൈനും എന്നാണ്. അതേപോലെ ഇവിടെ സയ്യിദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സഹായിമാർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ അവരെല്ലാം ഒരുമിച്ച് ഷാമുകാരൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ അണിനിരന്നിരിക്കുകയാണ്. അങ്ങനെ ഈ 2 സഹാബിമാരും വന്നു. അബ്ദുറഹ്മാൻ ബിൻ സമറയും ഇബ്നു ഖുറൈസും വന്ന് ഹസൻ റളിയല്ലാഹുവിനോട് ചർച്ച ചെയ്യാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നാ ബനു അബ്ദുൽ മുത്തലിബ്, ഞങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മക്കളാണ്. ഞങ്ങളുടെ രക്തത്തിലും ഞങ്ങളുടെ ശരീരത്തിലും അതേപോലെ തന്നെ ഞങ്ങളുടെ വസ്ത്രത്തിലുമൊക്കെ രക്തം പുരണ്ടിട്ടുണ്ട്. യുദ്ധം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തരിയല്ല. പക്ഷേ മുസ്ലിമികളുടെ രക്തം ചിന്തുന്നത് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന ഈ സന്ധിക്ക് ഞാൻ സന്നദ്ധനാണ്. പക്ഷെ ആരേറ്റെടുക്കും ഇതിന്റെ കാര്യങ്ങൾ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഏറ്റെടുത്തോളാം. ഹസൻ റളിയല്ലാഹു അൻഹു ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ആ കാര്യമൊക്കെ ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു അനുയായികളെയുമായി നേരെ ഡമസ്കസിലേക്ക് പോയി മുആവിയയോട് പറഞ്ഞു, നിങ്ങളാണ് ഇനി മുതൽ അമീർ, മുസ്ലിങ്ങളുടെ
അമീർ നിങ്ങളാണ്, ഞാനിതാ തലസ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു. മഹാഭൂരിപക്ഷം ആളുകളുടെയും പിന്തുണ ആർക്കാണ്? ഹസൻ റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞ് മുആവിയ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു കൊടുത്തു. ഈ വർഷം ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ആമുൽ ജമാഅ എന്നാണ്, ഐക്യവർഷം. വർഷങ്ങളോളം പരസ്പരം പോരടിച്ച മുസ്ലിങ്ങളെല്ലാവരും ഒരുമിച്ച് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വം അംഗീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാഗ്ദാനം പുലരുകയും ചെയ്തു. രണ്ട് ചേരിയായി പോരടിച്ചിരുന്ന മുസ്ലിം ഉമ്മത്തിനെ ഒന്നാക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ധീരമായ നടപടിയിലൂടെയാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് രംഗങ്ങൾ ആ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സ്വഭാവം ശരിക്ക് ഹസൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്നത്. അലി റളിയല്ലാഹു അൻഹു മുആവിയക്കെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ഹസൻ അൻഹു തടുത്തു വെക്കാൻ ശ്രമിച്ചു. എന്നിട്ട് പറഞ്ഞു, അവർ ചെയ്തത് തെറ്റാണെങ്കിലും അവർ നമ്മളുടെ സഹോദരങ്ങളായ മുസ്ലിങ്ങളല്ലേ, അവരോട് നമ്മൾ എന്തുകൊണ്ട് പോരാടണം, എന്തിന് പോരാടാൻ ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അതേപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി ഘാതകർ വന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹു ഉസ്മാന്റെ അടുക്കൽ വന്നു. എന്നിട്ട് യുദ്ധം ചെയ്യാൻ അനുവാദം ചോദിച്ചു. അദ്ദേഹം അനുവാദം നൽകിയില്ല. അലി റളിയല്ലാഹു അൻഹു മാനസിക വിഷമത്തോടു കൂടി മദീനയിൽ നിന്ന് ഇറങ്ങി പോവുക ചെയ്തത്. ആ സമയത്ത് ഹസൻ പറഞ്ഞിരുന്നു, നിങ്ങൾ മദീനയിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല, മദീനയിൽ തന്നെ വേണം. മദീനയിൽ നിന്ന് നിങ്ങൾ പോയതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൊല്ലപ്പെടാൻ കാരണം. ഒരുപക്ഷെ തടഞ്ഞു നിർത്താൻ സാധിക്കുമായിരിക്കും നിങ്ങളുടെ സാന്നിധ്യം എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ദീർഘവീക്ഷണമുള്ള ധീരമായ നിലപാടിന്റെ ആളായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ചരിത്രം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഖ്ലാഖ്, സ്വഭാവവും ആ നേതൃപാഠവും ശരീരഗുണം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആര്? ഹസൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ റസൂലിന്റെ കുടുംബത്തിലുണ്ടായിരുന്ന ശരീരപ്രകൃതം ഉണ്ടായിരുന്നത് ജഅഫർ ബിൻ അബി താലിബിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരമുണ്ടായിരുന്ന വനിത, അതേപോലെ പെരുമാറ്റം ഉണ്ടായിരുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. റസൂലിന്റെ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും ഉണ്ടായിരുന്നത് ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനാണ് എന്നാണ് ചരിത്രത്തിലൂടെ നമ്മൾ കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ പറ്റുക. ഇതാണ് ഹസൻ റളിയല്ലാഹു അൻഹു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇന്ന ബിനി ഹാദാ ല സയ്യിദ്, എന്റെ മകൻ സയ്യിദാണ്, നേതാവാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പല ആളുകളും എന്ത് വിളിക്കാറുള്ളത്, ഒരു കാരണം സയ്യിദ് കുടുംബം എന്നൊക്കെ പറയാനുള്ള കാരണമെന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കുടുംബമുണ്ടോ? മുസ്ലിങ്ങളിൽ പല ആളുകളും പറയുന്നത് അങ്ങനെ കുടുംബമില്ല. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് വഴികേടിലായിപ്പോയി. മുസ്ലിങ്ങളിൽ തന്നെ പിന്നീട് രണ്ട് വിഭാഗക്കാരാണ്. ഒന്ന് അങ്ങനെ കുടുംബമുണ്ട് എന്ന് അംഗീകരിക്കുന്ന ആളുകൾ, രണ്ടാമത്തേത് നിഷേധിക്കുന്ന ആളുകൾ. അവരത് പറയാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആൺകുട്ടികൾ ഉണ്ടായിട്ടില്ല, ആൺമക്കളിലൂടെയാണല്ലോ കുടുംബം നിലനിൽക്കുക. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തില്ല, അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞ ഒരു കുടുംബമല്ല, അതൊരു തട്ടിപ്പാണ് എന്നാണ് അവർ വിശ്വസിക്കാറുള്ളത്. അറിവില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്.